ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ എന്തുവാണ് സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞുള്ള സൺഡേ ആണ്. ഇന്ന് നമ്മുടെ 15 അടുത്ത ആഴ്ച സെക്കൻഡ് വീക്കിൻ്റെ ഇന്നലെ ടി സി സി റിസൾട്ട് വന്ന സമയത്ത് ടി സി സി റിസൾട്ട് നല്ല പോസിറ്റീവായിട്ട് വന്ന റിസൾട്ട് ആയിരുന്നു. നമ്മുടെ എൻ്റെ IT പാക്ക് സെക്ടർ മൊത്തം അപ്പായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. വൈകിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, നിഫ്റ്റിയും നമ്മുടെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ വെറും 0.4% ഇൻഡെക്സ് ഡൗൺ ആയിട്ടുള്ളൂ. ഫ്യൂച്ചർ ആണെങ്കിൽ എത്രയാണ്, ഒരു 0.62% ഡൗൺ ആയിട്ട് അവസാനിച്ചു. അതേ സമയത്ത് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാം, 1.5% ഇൻഡെക്സ് ഡൗൺ ആയി, 1.8% ഏതാണ് ഫ്യൂച്ചർ ഡൗൺ ആയി. ചുരുക്കി പറഞ്ഞാൽ ഇവ തമ്മിലുള്ള ഗ്യാപ്പിനെ കുറച്ച് വന്നു. ഓട്ടോമാറ്റിക്കായി ഗ്യാപ്പ് കുറഞ്ഞു. 150 പോയിന്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്ന കുറഞ്ഞ് ഇപ്പം 70 പോയിന്റിന്റെ ഗ്യാപ്പിലൊക്കെ നിഫ്റ്റിയിലുള്ളൂ. അതേപോലെ ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ ഒരു 150 പോയിന്റ് ഗ്യാപ്പൊക്കെ ഇപ്പം ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളൂ. പ്രീമിയം അത്ര ഡിഫറൻസ് സ്പോട്ട് പോയിട്ട് ഇപ്പം കാണിക്കുന്നുള്ളൂ. ഇന്നലെ രാത്രി അമേരിക്ക മാർക്കറ്റ് അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പം ഡൗ ജോൺസ് ലോവർ ലെവലിലാണ് ക്ലോസ് ചെയ്തത്. 41,929 ഭാഗത്ത് 1.6% ഡൗണിൽ ക്ലോസ് ചെയ്തു. S&P മിനിയും ഓൾമോസ്റ്റ് ഡൗണിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതായത് 1.37% ഡൗണിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്കും ഏകദേശം പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡൗണിൽ തന്നെ ക്ലോസ് ചെയ്തു. 1.3% നാസ്ഡാക്കും ഡൗണിൽ ക്ലോസ് ചെയ്തു. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ 23,329 ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ രാത്രി ക്ലോസ് ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഏകദേശം 175 പോയിന്റോളം മൈനസിലാണ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ക്ലോസ് ആയി നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാളെ ഈ ഗ്യാപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നെഗറ്റീവായ ന്യൂസ് തന്നെ വരാനുള്ള ചാൻസാണ് കാണുന്നത്. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെ വരാം. ഇതില്ല എങ്കിൽ മാർക്കറ്റിൽ കുറച്ചൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ പറ്റും. നിങ്ങൾക്ക് അറിയാൻ പറ്റും, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വന്നത് 5.2 ആണ്. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയ ഡേറ്റ വന്നു. പക്ഷേ അമേരിക്ക മാർക്കറ്റിൽ വന്ന എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വളരെ പോസിറ്റീവ് ആയത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഡേറ്റ് വീണ്ടും കൂടുമോ എന്നൊരു പേടി മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ആ പേടിയാണ് അമേരിക്കൻ മാർക്കറ്റിൻ്റെ മൊത്തത്തിൽ അടിച്ച് താഴേക്ക് ഇറക്കിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈയിൽ നിന്ന് ഒക്ടോബറിലേക്ക് മാറുമോ അല്ലെങ്കിൽ മാറുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറായിരുന്നു അമേരിക്കൻ മാർക്കറ്റിൽ സംഭവിച്ചത്. അതേ സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നാളെ നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് ഡൗൺ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. കാരണം നമുക്ക് വന്ന നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 5.2 ആയിട്ട്, അതായത് 3.7 ഭാഗത്ത് കിടന്ന് 5.2 വന്ന വളരെ പോസിറ്റീവായ ഒരു ഘടകമാണ്. അപ്പം അത് നമുക്ക് പിന്നെ നാളെ നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചൈനീസിൻ്റെ ട്രേഡ് ബാലൻസ് ഉണ്ട്, എക്സ്പോർട്ട് ഡേറ്റ ഉണ്ട്, ഇങ്ങനെ കുറച്ച് കുറച്ച് ഡേറ്റാസൊക്കെ വരും. പിന്നെ നമ്മുടെ നാളെ വൈകിട്ട് കഴിയുമ്പോൾ വേറെ വലിയ ഡേറ്റാസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാളെ ഈ അമേരിക്കൻ മാർക്കറ്റിലെ സെല്ലിംഗ് പ്രഷർ നാളെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമോ, അതോ നമ്മുടെ ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ്റെ പോസിറ്റീവിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കയറിപ്പോവോ എന്ന് നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് മുമ്പേ നമ്മുടെ ലെവൽസ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കൊടുത്തിട്ടായിരുന്നു. ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ട്രേഡിംഗ് ഡേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കും, എന്തൊക്കെ എല്ലാം. ഇപ്പോൾ നമുക്ക് ആദ്യം വേൾഡ് മാർക്കറ്റ് നമ്മൾ നോക്കിയായിരുന്നു. വേൾഡ് മാർക്കറ്റ് പ്രകാരം എന്താണ്, നമുക്ക് ബെയറിഷ് വ്യൂ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ക്ലിയർ ആയല്ലോ. നമുക്കിനി നോക്കേണ്ട മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ലെവൽസ്. നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ലൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി ഇന്നലെ ആ ഒരു വലിയൊരു ലാർജർ IB ഉണ്ടായിട്ട് കൂടി ബാങ്ക് നിഫ്റ്റി അതിനെ ബ്രേക്ക് ചെയ്തവൻ താഴേക്ക് വരാനുള്ള ശ്രമം നടത്തി. ചുരുക്കി പറഞ്ഞ് അവൻ താഴേക്ക് വന്നു. പീരീഡിൽ താഴേക്ക് വന്ന് അവന് ഓൾമോസ്റ്റ് ടാർഗറ്റ് എത്താൻ പറ്റില്ല. കാരണം വലിയൊരു 10-700 പോയിന്റിൻ്റെ IB റേഞ്ച് ആയത് കൊണ്ട് അവനെ കൊണ്ട് ടാർഗറ്റ് തരാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി അവൻ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായത്. നമ്മുടെ POC വന്നേക്കുന്ന 49,280 ഭാഗത്താണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ POCക്ക് താഴേക്കാണ് അവൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വ്യക്തമായ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് ചെയ്യും. ബാങ്ക് 49,280 നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC. അത് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ആ POCക്ക് മുകളിലോ താഴെയോ ആണെങ്കിൽ നമ്മുടെ ട്രെൻഡ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ 49,280
280 നമ്മുടെ POC. അപ്പോൾ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു, വ്യക്തമായിട്ട് ആ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ POC മാർക്ക് ചെയ്ത് POCയുടെ കളറും കൊടുത്തു. ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് റെഫറൻസ്. ഞാൻ എപ്പോഴും പറഞ്ഞു ബാങ്ക് നിഫ്റ്റി എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 49,600 മുകളിൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈ എടുക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ഓർത്തുള്ള 49 എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതിന് മുമ്പത്തെ POC അതായത് 49,600 ആണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാനൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ആ ബൈ വേണമെങ്കിൽ മുമ്പോട്ട് പോകാനുള്ള 49,600 മുകളിൽ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 49,789. ആ 49,789 അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിന് മുകളിൽ R1 ഞാൻ മാർക്ക് ചെയ്തു. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത എന്ത് വരും? നമുക്ക് R2 വരും. R2 എവിടെയാണ്? R2 നമ്മൾ 49,789 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന R2 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോളുക 50,020 50,020 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള അടുത്ത. എന്നെ സംബന്ധിച്ചുള്ള R2 എന്ന് പറയുന്നത് 50,020 ഭാഗത്തേക്ക് നിൽക്കും. അതിന് മുകളിൽ നിൽക്കുന്ന R3 എന്ന് പറയുമ്പം R3 എവിടെയാണ്? നമുക്ക് അടുത്ത വരുന്നത് 50,289. അതാണ് എന്നെ സംബന്ധിച്ചുള്ള മുകളിലേക്കുള്ള ലെവൽ. 50,289 ആണ് എന്നെ സംബന്ധിച്ചുള്ള മുകളിലോട്ടുള്ള ലെവൽ. അപ്പോൾ ഇത് വ്യക്തമായി ഞാനത് മാർക്ക് ചെയ്ത് വയ്ക്കും. മാർക്ക് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ട്രേഡിങ്ങിൻ്റെ ഒരു കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാനത് മാർക്ക് ചെയ്ത് വയ്ക്കും. ഇപ്പം 50,040 ഓർത്തുള്ള 49,600 മുകളിൽ നിൽക്കുകയാണ് 49,789, 50,020 അതിന് മുകളിൽ 50,289 ഭാഗത്തേക്കും വരാം. ഇനി താഴേക്ക് ലെവൽ കാരണം ബാങ്ക് നിഫ്റ്റി വലിയ ഡേഞ്ചറായ ഒരു സ്ഥലത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള സെല്ലിംഗ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് 48,886 ആണ് ഒരു ബെയറിഷ് റെഫറൻസ്. എത്രയാണ്? 48,800. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 48,800 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. 48,800 ഇത് ഞാനത് മാർക്ക് വയ്ക്കുക. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു സെല്ലിംഗ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 48,800 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു 48,500 48,500 ആണ് അടുത്തത്. 48,500 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ S1 ഫസ്റ്റ് സപ്പോർട്ട്. അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്ത വരാൻ പോകുന്നത് എന്താണ്? S2 എന്ന് പറയുമ്പോൾ 40,500 താഴെ അടുത്ത വരാൻ പോകുന്നത് 48,284 48,284. എത്രയാണ്? S2 എന്ന് പറയുമ്പോൾ 48,284. ഇതിന് താഴേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെവൽ വെച്ചേക്കാം, ഗ്യാപ് ആയതുകൊണ്ട് വെച്ചേക്കാം. 48,128. തേർഡ് 48,128 ആണ് എന്നെ സംബന്ധിച്ചുള്ള S3. ഇതിന് അപ്പുറത്തെ ഒരു മൊമെൻ്റം മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. സോ നിങ്ങൾ ഈ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് അടുത്ത പോകേണ്ടത് നിഫ്റ്റിയുടെ ലെവൽ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം നിഫ്റ്റി പക്ഷേ ബാങ്ക് നിഫ്റ്റി പോലെ അല്ലായിരുന്നു. ആശാൻ എന്താണ്? ആശാൻ അങ്ങനെ ഒരു ചതിയോ ഒരു വഞ്ചനയോ കാണിക്കാതെ ആശാൻ അങ്ങ് എന്തുവാണ് ചീറ്റ് ചെയ്തിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല ചീറ്റ് ചെയ്ത എൻ്റെ IT പാക്കും പോസിറ്റീവായി നിന്നു. TCS മൊത്തത്തിൽ എല്ലാത്തിനും പോസിറ്റീവ് ആയതുകൊണ്ട് ഒരു എക്സ്റ്റൻഷൻ മോളോട് തന്നെങ്കിൽ കൂടി തിരിച്ച് താഴേക്ക് ഇറങ്ങി ഈ ഒരു IBക്കകത്ത് തന്നെ ക്ലോസ്. നോർമൽ ഡേ ആയിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച്. നിഫ്റ്റിയുടെ ഇപ്പോഴും ഞാൻ പറയും നിഫ്റ്റിയുടെ 23,411 അതായത് 23,411 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റിയിൽ. അത് നിഫ്റ്റിയുടെ POC എന്ന് പറയുമ്പം ഒരു കാര്യം ഓർത്തോ. നിഫ്റ്റിയുടെ POC എന്ന് പറയുമ്പം ഇന്നലത്തെ POC എന്ന് പറഞ്ഞാൽ 23,584 നമ്മുടെ POC. ഇപ്പോഴും ആ POCക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ 23,584 ആണ് POC എന്ന് പറയുമ്പോൾ നമ്മുടെ നിഫ്റ്റിയുടേത് 23,584 ആണ് നമ്മുടെ POC. ഇപ്പോൾ ഈ POC വളരെയധികം മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,411 23,411 ആണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാത്രമേ ഞാൻ ഇനി സെല്ലിനെ കുറിച്ച് ഓർത്തുള്ളൂ. അതിന് താഴെ മാത്രം സെല്ലുള്ളൂ. ഇനി ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗർ 23,680 ഇന്നലത്തെ ഹൈ ആയ 23,685 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുള്ളൂ. സോ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് 23,685 23,685 ഓർത്തുള്ളൂ. അപ്പോൾ ഇതിനാണ് ഇപ്പോൾ ബുള്ളിഷും കിട്ടി ബെയറിഷും കിട്ടി. നമുക്കിത് നോക്കേണ്ട 680 മുകളിൽ നിൽക്കണമെങ്കിൽ ഇവിടെ വരെ പോവാം.
ഈ ഒരു POC 745 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ R1, അത് എത്രയാണ് 23745 ആണ് R1 എന്നെ സംബന്ധിച്ചുള്ള R1. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. R1 നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട R2 എങ്ങോട്ട് പോവാം? അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23800 23800 ഫസ്റ്റ്. സെക്കൻഡ് 23820 ആണ് R2. 23820 അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ R3 എവിടെയാണ്? R3 എന്ന് പറയുമ്പം 23944 23946 ആണ് എന്നെ സംബന്ധിച്ചുള്ള R3. ഇതൊക്കെ ഒരു HVN സോൺസ് ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി നോക്കേണ്ടത് താഴേക്ക് 23411 പൊട്ടിയ ചെറിയൊരു സപ്പോർട്ട് ഇവിടെ താഴേക്കുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് 23368. അതും കൂടെ പൊട്ടിയാൽ നല്ല സെല്ലിംഗ് വരാം. 23000 ചെറിയൊരു സപ്പോർട്ടാണ് 23368. അത് എന്നെ സംബന്ധിച്ച് ചെറിയൊരു സപ്പോർട്ട് തന്നെയാണ്. ചെറിയതല്ല, നല്ല വലിയ സപ്പോർട്ടാണ്. 368 പൊട്ടുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന വേറൊരു സപ്പോർട്ട് നേരെ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന 298 ആണ്. 298 ആണ് നിഫ്റ്റിയുടെ S2. ഓർത്തോളൂ S2. അതിന് താഴെ S3 എന്ന് പറയുമ്പോൾ ഈ POC 23215 എന്ന് പറഞ്ഞാൽ ഈ POC ഓർത്തോളൂ. 23000 S3 എന്ന് പറയുമ്പോൾ 23215. ഇതാണ് എന്നെ സംബന്ധിച്ച ഒരു ലെവലിൽ നാളത്തേക്ക് ഞാൻ മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ല മാർക്കറ്റ് അടിക്കുകയാണെങ്കിൽ, ഇത് പൊട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ സെല്ലിംഗ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ വേറെ ഒരു കാര്യം കൊണ്ടുണ്ട്. നമ്മുടെ 25th ലൈവായി നമ്മുടെ ട്രേഡ് നിങ്ങളുടെ ഇമോഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചും നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജി ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചും, അത് കൂടാതെ നിങ്ങൾക്ക് സ്ട്രാറ്റജി എങ്ങനെ ഡെവലപ്പ് ചെയ്യണതിനെ കുറിച്ചുള്ള ഒരു 1 day സെഷൻ ട്രിവാൻഡ്രത്ത് വെച്ചുള്ള നടത്തുന്നുണ്ട്. ഒരു സെമിനാർ ഞാൻ നടത്തുന്നുണ്ട്. ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 days, അതായത് ബഡ്ജറ്റ് തുടങ്ങിയ സാറ്റർഡേ തൊട്ടുള്ള ബഡ്ജറ്റ് തുടങ്ങിയ ശേഷമുള്ള ഫെബ്രുവരി 1 തൊട്ട് ഫെബ്രുവരി 5 അതിനുശേഷം വരുന്ന ആ ഒരു എൻ്റയർ വീക്കിൽ ലൈവായിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ട്രേഡ് ചെയ്യാനുള്ള ഒരു ഫ്രീ സപ്പോർട്ട് തരുന്നതാണ്. സോ ഈ സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ഔട്ട് ചെയ്യുക. ജസ്റ്റ് വെറും 499 രൂപ മാത്രമേ അതിൻ്റെ ആ ഒരു സെമിനാറിനുള്ളൂ. പക്ഷേ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് അത് അതിനുശേഷം വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷ എനിക്കുണ്ട്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവ് ചെയ്ത് നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഞങ്ങളുടെ വീഡിയോ അയച്ചു കൊടുക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി സൺഡേ.